ഇരമ്പുന്ന മുനമ്പം. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിൽ സർക്കാരിനെ വിമർശിച്ച് ദീപിക മുഖപ്രസംഗം. സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന തോന്നലുണ്ടാക്കാനാണ് അന്വേഷണ കമ്മീഷനെന്നാണ് വിമർശനം. ആർക്കും വീണ്ടും നോട്ടീസ് അയക്കല്ലേ എന്ന് മുഖ്യമന്ത്രിക്ക് വഖഫ് ബോർഡിനോട് യാചിക്കേണ്ടി വന്നുവെന്നും ദീപിക കുറ്റപ്പെടുത്തുന്നു. ഇരയ്ക്കും വേട്ടക്കാർക്കും ഒപ്പം മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിനെ ഇങ്ങനെയാണ് ദീപിക പത്രം വിശേഷിപ്പിക്കുന്നത്. ചില അന്വേഷണ കമ്മീഷനുകൾ ഒളിച്ചോട്ട രാഷ്ട്രീയത്തിന്റെ സൃഷ്ടിയാണെന്നതാണ് അനുഭവം. അന്വേഷണ കമ്മീഷൻ കൊണ്ട് ഓട്ടയടയ്ക്കാവുന്ന വിള്ളലല്ല വഖഫ് നിയമമെന്നാണ് തലക്കെട്ട്. വഖഫ് നിയമമാണ് വില്ലൻ. അതില്ലാതാക്കാതെ ജുഡീഷ്യൽ കമ്മീഷൻ കൊണ്ടൊന്നും രക്ഷയില്ലെന്നാണ് ദീപിക മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷന് വെച്ചതന്നെ ഇത് കൂടുതൽ കാലതാമസം ഉണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ കമ്മീഷനിൽ കൃത്യസമയത്ത് നടക്കുന്നതായിട്ട് നമുക്ക് അറിവില്ല. സമയമെടുക്കും, അത് സ്വാഭാവികമാണ്. ആ സമയം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവരുടെ പ്രശ്നങ്ങൾ എപ്പോൾ പരിഹരിക്കപ്പെടും? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും തീരുമാനിച്ചാൽ ഇത് വളരെ പെട്ടെന്ന് തീർക്കാവുന്ന ഒരു വിഷയമേ ഉള്ളൂ. ഇരയുടെ കൈവശാവകാശ രേഖയല്ല, വേട്ടക്കാരന്റെ കയ്യേറ്റ അവകാശ രേഖയാണ് കമ്മീഷൻ പരിശോധിക്കേണ്ടത്. വേട്ടക്കാരുടെ മതം നോക്കി നീതി തീരുമാനിക്കുന്ന സ്ഥിതിവിശേഷത്തെക്കുറിച്ച് അറിയാനാണ് ഇവിടെ അന്വേഷണ കമ്മീഷനെ വെക്കേണ്ടതെന്നാണ് ദീപികയുടെ പരിഹാസം. സീറോ മലബാർ കത്തോലിക്ക സഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പത്രമാണ് ദീപിക. ദീപികയിലെ വിമർശനമെന്നാൽ കത്തോലിക്ക സഭയുടെ അതൃപ്തി എന്നാണ് അർത്ഥം. ഫലത്തിൽ പിണറായി സർക്കാർ മുനമ്പത്തുണ്ടാക്കിയ സമവായത്തിന് സഭയുടെ പിന്തുണയില്ല എന്നതാണ് സ്ഥിതി. ന്യൂസ് 18 കൊച്ചി. മുനമ്പത്തെ ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. ഉന്നതതല യോഗം തീരുമാനിച്ച വിഷയങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകുകയായിരുന്നു. ഇത് സംബന്ധിച്ച വിജ്ഞാപനവും ഇന്നിറങ്ങും. കമ്മീഷനെ നിയമിച്ച തീരുമാനം മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിച്ചു. വഖഫ് ഭേദഗതി ബിൽ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ യോഗം ഇന്ന് ചേരുകയാണ്. JPC അംഗങ്ങൾക്ക് പുറമെ ന്യൂനപക്ഷ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. മറ്റന്നാൾ റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കാനിരിക്കെയാണ് യോഗം. അതേസമയം കരട് ഭേദഗതിയിൽ വരുത്തിയ മാറ്റങ്ങൾ പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് സമിതിയിലെ പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. സമിതി ചെയർമാൻ ജഗദംബിക പാൽ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതെന്നും ലോക്സഭാ സ്പീക്കറോട് പ്രതിപക്ഷാംഗങ്ങൾ പരാതി ഉന്നയിച്ചു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് യോഗം ചേരുന്നത്.